ഗൈസ് 1986 സംഭവിച്ച ചെർണോബിലിൽ സംഭവിച്ചൊരു ഡിസാസ്റ്ററാണ് ഈ ഒരു ഏറ്റവും വലിയൊരു ന്യൂക്ലിയർ പ്ലാന്റ് എക്സ്പ്ലോഷനാണ് ഈ ചെർണോബിൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാർ ഓരോരോ ഒരു തെറ്റ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ എക്സ്പ്ലോഷൻ അവിടെ സംഭവിച്ചത്. ഇത് ശരിക്കും നടക്കുന്നത് ഈ ചെർണോബിൽ എന്ന് പറയുന്നത് യുക്രൈനിലുള്ള ഒരു സ്ഥലമാണ്. അപ്പം 1986 ഏപ്രിൽ 26 സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് ശരിക്കും ഏപ്രിലാണ്, ഞാൻ ഏപ്രിൽ 22 വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 40 വർഷം മുമ്പാണ് ഈ എക്സ്പ്ലോഷൻ സംഭവിച്ചത്. അതായത് കുറേ വർഷം മുമ്പുമല്ല, കുറച്ചെടുത്തുമല്ല, ഏകദേശം ഒരു മീഡിയം ഒരു 40 വർഷം മുമ്പ്. അത് ചെർണോബിൽ എന്ന് പറയുന്നത് യുക്രൈനിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ വലിയൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റാണ് സംഭവം. അപ്പോൾ അവിടെ കുറേ റിയാക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ കുറേ നമ്പറുള്ള കുറേ റിയാക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ അവിടുത്തെ നമ്പർ 4 റിയാക്ടറിലാണ് ഈ സംഭവം നടക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അവർ ശരിക്കും ഈ ഡിസാസ്റ്റർ ഉണ്ടാവാൻ കാരണം അവർ ശരിക്കും ഒരു ടെസ്റ്റ് ചെയ്തതാണ്. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ അവർ ഒരു സേഫ്റ്റി ടെസ്റ്റ് ചെയ്തതാണ് ഇത്രയും വലിയൊരു എക്സ്പ്ലോഷനായിട്ട് മാറിയത്. അവർ ശരിക്കും പറഞ്ഞാൽ കറണ്ട് പോയാൽ നമുക്ക് ബാക്കപ്പായിട്ട് അവിടെ ഇലക്ട്രിസിറ്റി കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയാണ് ശരിക്കും ചെയ്തത്. അതായത് കറണ്ട് പോയാൽ അവിടെ ടർബൈനൊക്കെ കറക്കിയിട്ട് ബാക്കപ്പായിട്ട് അവർക്ക് ഇലക്ട്രിസിറ്റി കിട്ടുമെന്നാണ് മെയിനായിട്ട് നോക്കിയത്. അങ്ങനെ ഈ ഒരു ചെറിയൊരു ടെസ്റ്റാണ് വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിപ്പിച്ചത്. അങ്ങനെ ഒരു ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ സെറ്റപ്പൊക്കെ ആക്കി കുറേ ശരിയായി ഇങ്ങനെ വന്നു. പക്ഷേ ടെസ്റ്റ് കുറേ ഡിലേ ആയിപ്പോയി. അവരിങ്ങനെ ശരിയാക്കി സമയം വളരെ ലേറ്റായി. ശരിക്കും ഈ ടെസ്റ്റ് നടക്കുന്നത് രാത്രി 1:30 ഈ ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞേ ഈ ടെസ്റ്റ് വരെ ഡിലേ ആയിപ്പോയി. ഒന്നാമത് കുറേ രാത്രി ആയിപ്പോയി. പിന്നെ രണ്ടാമത് രാത്രി ആയപ്പോൾ തന്നെ ഇവിടെ കുറേ ആൾക്കാർ, നമ്മുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, വർക്കേഴ്സ് ഉണ്ടാവുമല്ലോ. രാത്രി ആയപ്പോഴത്തേനും അവർ ടയേർഡായി, അവർ മടുത്തു. അങ്ങനെ അവർ ഈ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. രാത്രിയാണ് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ കുറേ റിയാക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ റിയാക്ടേഴ്സിൻ്റെ പവർ അവർ കുറച്ചു. നന്നായിട്ടല്ല, ഒരു മിനിമം ലെവലിൽ അവർ കുറയ്ക്കാൻ ഉദ്ദേശിച്ചു സത്യം പറഞ്ഞാൽ ആ റിയാക്ടേഴ്സിൻ്റെ പവർ. പക്ഷെ അവർ കുറച്ചപ്പോൾ ഇത്രയും പവർ കുറയ്ക്കണമെങ്കിൽ അതിനേക്കാളും കുറഞ്ഞു പോയി. അതായത് അവരുദ്ദേശിച്ചതിനേക്കാളും താഴേക്കാണ് പവർ കുറഞ്ഞത്. അവരുദ്ദേശിച്ചതിൻ്റെ അത്ര നിന്നില്ല, പവർ പിന്നെയും താഴേക്ക് പോയി. അപ്പം തന്നെ ഈ റിയാക്ടേഴ്സ് എല്ലാം അൺസ്റ്റേബിൾ ആവാൻ തുടങ്ങി. എല്ലാം അവർക്ക് മനസ്സിലായി അൺസ്റ്റേബിൾ ആവാൻ തുടങ്ങിയെന്ന്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ അവരപ്പം തന്നെ ആ പ്രോസസ്സ് അവരവിടെ നിർത്തിയില്ല. അവർ പിന്നെയും കണ്ടിന്യൂ ചെയ്തു. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറേ കൺട്രോൾ റോഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ റോഡുകളുണ്ട് വടി പോലത്തെ, അതൊക്കെ ഊരാൻ തുടങ്ങി. പിന്നെ കുറേ സേഫ്റ്റീൻ്റെ ഫീച്ചേഴ്സ് അവർ ഡിസേബിൾ ചെയ്തു. അവർക്കറിയാം അവർ ഇത് ചെയ്യാൻ പാടില്ല എന്ന്. അവരുദ്ദേശിച്ച അൺസ്റ്റേബിളായി ഇവർ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും ഏകദേശം ഒന്ന് സ്റ്റേബിളായി സെറ്റായി വരുന്നതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സംഭവം അങ്ങനെ വന്നില്ല. സാധനം പിന്നെ അൺസ്റ്റേബിൾ ആവാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് മനസ്സിലായി ഇത് നല്ല വലിയ സാധനം, നല്ല ഡേഞ്ചറായിട്ട് വന്നു തുടങ്ങി. രാത്രി 1:23 രാത്രിയല്ല, രാവിലെ 1:23 സത്യം പറഞ്ഞാൽ ഇവർ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വെള്ളം ആ റിയാക്ടറിലേക്ക് വെള്ളം കറക്റ്റായിട്ട് വരികയാണ് ചെയ്യേണ്ടത്. സംഭവമൊക്കെ വന്നു. പക്ഷേ ഈ വെള്ളമൊക്കെ സ്റ്റീമായിട്ട് ഇതായില്ല, പുക പോലെ വെള്ളം ആവിയായിട്ട് പോകാൻ തുടങ്ങി. എന്നിട്ട് ആ റിയാക്ടേഴ്സിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നന്നായിട്ട് ആവി കയറിയപ്പോൾ തന്നെ ഭയങ്കര പവർ കൂടി, ഭയങ്കരമായിട്ട് പവർ കൂടി. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നന്നായിട്ട് ഭയങ്കരമായിട്ട് റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ അവർ എമർജൻസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടണൊക്കെ ഞെക്കി. ആ ബട്ടൻ്റെ പേര് AZ5 എന്ന് പറഞ്ഞിട്ടാണ് ആ ബട്ടൻ്റെ പേരൊക്കെ. ആ ബട്ടനൊക്കെ ഞെക്കി. പക്ഷേ ആ റിയാക്ഷൻ അവിടെ നിന്നില്ല. കാരണം ഈ ബട്ടൺ ഞെക്കിയ സംഭവം അവിടെ നിൽക്കണമല്ലോ. പക്ഷേ RBMK എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ളൊരു റിയാക്ടർ, അതിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവർ ഈ സ്വിച്ചൊക്കെ ഞെക്കി. ഈ RBMK എന്ന് പറഞ്ഞ റിയാക്ടർ നിൽക്കുന്നില്ല. അവർ കുറേ റോഡ്സ് കയ്യിൽ കയറ്റി വെച്ചു. പക്ഷേ
ആ റോഡ് കയറ്റിയപ്പോഴത്തേനാണ് പിന്നെയും പ്രശ്നമായത്. ഈ കൺട്രോൾ റോഡ്സ് എന്ന് പറഞ്ഞില്ലേ, ഈ റോഡ്സ് കയറ്റിയപ്പോഴത്തേനും പവർ കൂടാൻ തുടങ്ങി. കയറ്റുമ്പോഴത്തേനും പവർ കൂടുക. അങ്ങനെ പവർ കൂടി അപ്പോൾ തന്നെ അവിടെ എന്താ സംഭവിച്ചത്? എക്സ്പ്ലോഷൻ, വലിയ പൊട്ടിത്തെറി കൊണ്ട് സംഭവിച്ചു. അവിടെയുള്ള നല്ല എക്സ്പ്ലോഷൻ ആയിരുന്നു. അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ, അവരുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ബിൽഡിങ് വരെ പൊട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഈ റോഡ് കയറ്റുമ്പോൾ പവർ കുറയുകയാണ് വേണ്ടത്. പക്ഷേ അവിടെ പവർ കൂടിയിട്ടാണ് ഈ വലിയ എക്സ്പ്ലോഷൻ സംഭവിച്ചത്. കാരണം ആ RBMK എന്ന് പറഞ്ഞ റിയാക്ടറിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആ വലിയ എക്സ്പ്ലോഷൻ സംഭവിച്ചു. ആ എക്സ്പ്ലോഷൻ സംഭവിച്ചതിനേക്കാളും കൂടുതൽ എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ട് ആൾക്കാരവിടെ മരിച്ചു. പക്ഷേ അതിനേക്കാളും ഡെഡ്ലി ആയിട്ട് വന്നത് പിന്നെ അവിടെയുള്ള ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് വന്ന ഈ റേഡിയേഷനാണ്. ഈ റേഡിയേഷൻ കാരണം ആണ് പിന്നെയും കൂടുതൽ മരണങ്ങൾ വന്നത്. ഈ റേഡിയേഷൻ വന്നപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയേഷനാണ് വന്നത്. ഏതൊക്കെയോ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അയോഡിൻ 131, പിന്നെ സീഷ്യം 137 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റേഡിയോ ആക്റ്റീവ് എലമെൻസിൻ്റെ റേഡിയേഷനൊക്കെയാണ് വന്നത്. അപ്പോൾ ഈ റേഡിയേഷനൊക്കെ കൊണ്ടത് ആരാന്ന് വെച്ചാൽ, ഇവിടെ ഈ വലിയ എക്സ്പ്ലോഷൻ സംഭവിച്ചപ്പോൾ ഇവിടെ രക്ഷിക്കാൻ കുറേ ആൾക്കാർ വരുമല്ലോ ശരിയാക്കാൻ. വലിയ തീപിടുത്തൊക്കെയാണ് സംഭവിച്ചത് എക്സ്പ്ലോഷനിൽ കൂടെ. അപ്പോൾ അവിടെ കുറേ ഫയർ ഫൈറ്റേഴ്സ് ഇല്ലേ, ഫയർ ഫൈറ്റേഴ്സ്, അതായത് ഫയർ എഞ്ചിനും കൊണ്ട് വരുന്നേ മറ്റേ ആൾക്കാർ, വെള്ളമൊക്കെ ഒഴിക്കുന്നത് തീപിടുത്തം വരുമ്പോൾ. ഫയർ എക്സ്റ്റിങ്ക്യൂഷറൊക്കെ ആ ഒരു ട്രക്കിൽ വരുന്ന ആൾക്കാരൊക്കെയാണ് വന്നത്. പിന്നെ അത് ശരിയാക്കാനുള്ള കുറേ വർക്കേഴ്സൊക്കെ ഉണ്ടാവും. മെയിൻലി ഈ ഫയർ ഫൈറ്റേഴ്സ്, ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുന്ന ഈ ആൾക്കാർ ബിൽഡിങ്ങിൻ്റെ ഒക്കെ മേലെ കയറി ഇതൊക്കെ നനയ്ക്കല്ല ഈ തീയൊക്കെ കെടുത്താൻ വേണ്ടി. അവർക്ക് അറിയുന്നില്ല ഈ റേഡിയേഷൻ വരുന്നുണ്ടെന്ന് അവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. അവർ നേരെ കാണുന്നത് ആകെ എക്സ്പ്ലോഷനും തീപിടുത്തവും മാത്രം. പക്ഷേ അവിടെ ഡെഡ്ലി ആയിട്ടുള്ള ആ റേഡിയേഷൻ ഡയറക്റ്റായിട്ട് കൊണ്ടത് ഈ രക്ഷിക്കാൻ വന്ന ഈ ഫയർ ഫൈറ്റേഴ്സും ഈ വർക്കേഴ്സൊക്കെയാണ്. ഈ മറ്റേ ഇവിടെ രക്ഷിക്കാൻ വന്ന ആൾക്കാരോട് അവരുടെ എക്സ്പീരിയൻസ് അവർക്ക് എന്താ തോന്നിയതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ വായിൽ മെറ്റലിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ കത്തുന്ന പോലെ ബേൺ ചെയ്യുന്നത് പോലെ തോന്നി, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഈ റേഡിയേഷൻ കൊണ്ടെന്ന് പറഞ്ഞാൽ റേഡിയേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാൻസർ വരും. പിന്നെ ഒന്നാമത് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയേഷൻ ആയതുകൊണ്ട് ARS എന്ന് പറഞ്ഞിട്ടൊരു അസുഖം, എന്താണ് അക്യൂട്ട് റേഡിയോ ആക്റ്റീവ് സിൻഡ്രം, കുറേ ആൾക്കാർക്ക് നമ്മൾ ക്യാൻസർ വരെ വന്നു തുടങ്ങി ഈ ഫയർ ഫൈറ്റേഴ്സിന്. കാരണം എന്താ, ഇവരാണ് ഹൈ ഡോസിൽ അപ്പം തന്നെ വന്നിട്ട് വെള്ളം കെടുത്തില്ലേ ചെയ്യുക. അപ്പോൾ ഈ ഹൈ ഡോസിൽ റേഡിയേഷൻ കിട്ടിയത് ഇവർക്കാണ് ഫസ്റ്റ് തന്നെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇവർക്കാണ് ഈ ARS എന്ന് പറഞ്ഞ അസുഖം, ആക്റ്റീവ് റേഡിയേഷൻ സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഈ അസുഖം വന്നു തുടങ്ങിയത്. അവർ പറയുന്നത് ഏകദേശം 30 പേരാണ് ഈ എക്സ്പ്ലോഷനിൽ മരിച്ചത് എന്നാണ് ഗൂഗിളിലൊക്കെ പറയുന്നത്. ആക്ച്വലി ഈ റേഡിയേഷൻ കാരണം വന്നിട്ടും ലോങ് ടേം ആയിട്ട് ആൾക്കാർക്ക് റേഡിയേഷൻ കാരണം ക്യാൻസർ വരുന്നുണ്ട്. അങ്ങനെ 60 മുതൽ 1000 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 30 പേരാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ പ്രിപ്പയാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിറ്റി ഉണ്ട് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ അടുത്ത് തന്നെ. അവിടെ ഈ എക്സ്പ്ലോഷനൊക്കെ നടന്ന ആൾക്കാരറിഞ്ഞു. പക്ഷേ ആ സിറ്റിയിലത്തെ ആൾക്കാർ നാളെ രാവിലെ എണീച്ചു, സാധാ പോലെ കുട്ടികളൊക്കെ മുറ്റത്തു കൂടെയൊക്കെ കളിച്ചു, സാധാ പോലെ നടന്നു. അവരെ പിറ്റേ ദിവസം ആരും അവിടുന്ന് മാറ്റിയില്ല. ഏകദേശം 36 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള ആൾക്കാരെയൊക്കെ മാറ്റുന്നത്. അപ്പോൾ എന്തായി, ഈ റേഡിയേഷൻ അറിയാലോ, എയർ കൂടെയൊക്കെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തു. ഇവിടെയുള്ള കുറേ ആൾക്കാർക്കും ആ റേഡിയേഷൻ വന്നു. അങ്ങനെ 36 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആൾക്കാരെ മാറ്റി. പക്ഷേ അവർക്ക് സംഭവം കുറേ റേഡിയേഷനൊക്കെ അവർക്കും അവരുടെ മേത്തേക്കും വന്നു. അങ്ങനെയാണ് അവർക്കും ആ പ്രിപ്പയാറ്റ് എന്ന് പറഞ്ഞ ആ സിറ്റിയിലത്തെ ആൾക്കാർക്കും അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം പ്രിപ്പയാറ്റ് എന്ന് പറഞ്ഞ ആ സ്ഥലത്തിലെ കുറേ ഏരിയാസിൽ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നില്ല. അവർ ടെമ്പററി ആയിട്ടാണ് അവർ അവിടുന്ന് പോയതെന്ന് പറഞ്ഞാലും ഇപ്പോഴും അവർ
കുറേ സ്ഥലത്ത് അവിടെ ഇപ്പോഴും ആൾക്കാരില്ല. കാരണം ആ റേഡിയേഷൻ ചെറുതായിട്ട് ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ എഫക്റ്റായിട്ട് കുറേ ആൾക്കാർക്ക് തൈറോയിഡ് ക്യാൻസറാണ് ഇതിൻ്റെ എഫക്റ്റായിട്ടുള്ള കുറേ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ക്യാൻസർ വന്നിട്ടുണ്ട്. കുറേ സ്ഥലം കണ്ടാമിനേറ്റഡായിട്ട് കുറേ സ്ഥലം അടച്ച് പൂട്ടി വെച്ചിട്ടില്ലേ, അങ്ങനെ കുറേ സ്ഥലം അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള അവിടെ സംഭവിച്ച ഏറ്റവും വലിയ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ചെർണോബിൽ എന്ന് പറഞ്ഞ ആൾക്കാർ, ആ വർക്കേഴ്സിൻ്റെ ഓവർ കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ ആ റിയാക്ടേഴ്സ് ഓഫാക്കാത്ത കാരണം ഓവർ കോൺഫിഡൻസ് എന്ന് പറയാം. പിന്നെ അവിടെ വന്ന ആൾക്കാർക്ക് വന്ന അസുഖങ്ങൾ. പിന്നെ അവിടെ ചെർണോബിൽ എക്സ്ക്ലൂഷൻ സോൺ എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. കുറേ അടച്ചിട്ടുള്ള കുറേ കണ്ടാമിനേറ്റഡ് ഏരിയാസ് ഇപ്പോഴും ഉണ്ട്. അതൊക്കെയാണ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്ന ഇതിൻ്റെ ഓരോരോ ആഫ്റ്റർ എഫക്ട്സ്. അങ്ങനെ ഈ ആൾക്കാരുടെ ഓരോരോ ചെറിയ ചെറിയ ഓവർ കോൺഫിഡൻസ് വരെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ എക്സാമ്പിളാണ് ഈ ചെർണോബിൽ ഡിസാസ്റ്ററൊക്കെ.